ഈ സന്തോഷ കാഴ്ചകൾക്കിടയിൽ മറ്റൊരു കാര്യം പ്രേക്ഷകർ പ്രധാനമായും ഓർക്കേണ്ടത് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ ഇന്ന് രാത്രി 8 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ അടച്ചിരുന്നതായിരിക്കും. പമ്പുകളെയും ഡീലർമാരെയും സംരക്ഷിക്കുക, ഡീലർ മാർജിൻ മുൻകാല പ്രാബല്യത്തോടെ നൽകുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സൂചനാ സമരമാണ് നടക്കുന്നത്. നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി 1500-ലധികം പോലീസുകാരെയാണ് പോലീസ് സേന ഇത്തവണ തിരുവനന്തപുരം നഗരത്തിൽ വിന്യസിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും ബീച്ച് ഏരിയകളിലടക്കം തന്നെ പ്രശ്നബാധിത രൂക്ഷ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മാനവീയം വീതി, കനകക്കുന്ന് അടക്കമുള്ള പ്രദേശങ്ങൾ, ബീച്ച് ആയിട്ടുള്ള കോവളം അടക്കമുള്ളിടത്തും ഒക്കെ തന്നെ പ്രശ്നബാധിതമാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പോലീസ് വിന്യാസമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പെട്രോൾ പമ്പ് ജീവനക്കാർ ഇന്ന് വൈകുന്നേരം 8 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മദ്യപിച്ചെത്തുന്ന സംഘം അവരുടെ ജീവനക്കാരെ ആക്രമിക്കുന്നു. ഒപ്പം തന്നെ പെട്രോൾ പമ്പുകൾ അടിച്ചു തകർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലധികമായി തന്നെ ഇത്തരത്തിൽ പെട്രോൾ പമ്പുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അവർ പറയുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നത് സംസ്ഥാന വ്യാപകമായി. ഈ വണ്ടി പെട്രോൾ വണ്ടിയാണ്. വഴി വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് തുറന്നിരുന്നാലേ നമുക്ക് കയറി അടിക്കാൻ പറ്റുള്ളൂ. വേറെ പല അത്യാവശ്യങ്ങൾക്ക് പോകുന്നവർക്കും പെട്രോൾ പമ്പ് അടച്ചു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ തിരുവനന്തപുരത്ത് നിലവിലുള്ള സ്ഥിതി വിശേഷം അനുസരിച്ച് പോലീസ് വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. പോലീസുകാരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പെട്രോൾ പമ്പ് ജീവനക്കാരും കൂടെ പണിമുടക്കിലേക്ക് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജനജീവിതം സ്തംഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാമറാമാൻ ബിനുവിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.